ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു 300 ഗ്രാമോളം ചെമ്മീനുണ്ട്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ ഒരു വെയിനൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ആദ്യം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 1.5 ടീസ്പൂണോളം മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രോൺസ് മാരിനേറ്റ് ചെയ്യേണ്ട മസാലയെല്ലാം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എന്താ മസാലയെല്ലാം നന്നായിട്ട് പ്രോൺസിലേക്ക് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കാര്യം ഒരു മസാല നന്നായിട്ട് പ്രോൺസിലേക്ക് ഒന്ന് പിടിച്ച് വരണം. അപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ എന്താ മൺചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഈ ഒരു പ്രോൺസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഇപ്പം എന്താ ചെമ്മീനെല്ലാം ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ചെമ്മീൻ ഫ്രൈ ചെയ്തതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു റോസ്റ്റിന്. അപ്പം നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഈ ചെമ്മീനെല്ലാം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ സെയിം ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് വഴറ്റിയെടുക്കാൻ പോണത്. ഇനി ചട്ടിയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ആദ്യം ചേർത്ത് കൊടുക്കാം. 5 അല്ലിയോളം വെളുത്തുള്ളി ഒന്ന് നെടുകെ കീറിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതിലും കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി അതുപോലെ തന്നെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 2-3 മിനിറ്റ് നമുക്കിത് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 15ഓളം കൊച്ചുള്ളി ക്ലീൻ ചെയ്തെടുത്ത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കൊച്ചുള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഈ റോസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ കൊച്ചുള്ളിയിലാണ് കേട്ടോ, സവാള യൂസ് ചെയ്യുന്നില്ല. അപ്പം കൊച്ചുള്ളി നന്നായിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇപ്പം എന്നാൽ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ ഒരു മസാലയും ചെമ്മീനുമായിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെമ്മീനും മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചേക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. കാര്യം ഈ മസാല ചെമ്മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് ഗാർണിഷ് ചെയ്തും കൂടെ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.